ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ്. എസ്പെഷ്യലി ഒരു ഡേറ്റിംഗ് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ 3 C's എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്കുറപ്പാണ്, നിങ്ങൾക്കും അറിയാം അല്ലേ. ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസം എത്ര സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ മതി അല്ലേ. ആ റിപ്ലൈയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവരുടെ ആ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്ര സമയം സംസാരിക്കാറുണ്ട്? താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 5 മിനിറ്റ് ആണോ, 10 മിനിറ്റ് ആണോ? ഡിസ്റ്റൻസ് ഒന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല കേട്ടോ. നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്ര സമയം ഇടപഴകാറുണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻസിലാണെങ്കിൽ എത്ര സമയം ഫോണിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെയോ ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. കമൻറ്റ് ബിലോ. ഓക്കെ, എത്ര സമയം എന്നതിനേക്കാൾ ഉപരി എത്ര ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്? ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കാറുണ്ടോ? അത് കേട്ട് അതിന് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിരിക്കും. നന്നായിട്ട് കേൾക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക എന്നുകൂടി ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ടായിട്ട് വരും. അപ്പോൾ അതും നമുക്ക് വേണം, പേഷ്യൻസ് വേണം അല്ലേ. അന്നാന്ന് ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഡിസ്റ്റൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ ഒന്നിച്ചിരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് സ്മൂത്തായിട്ട് പോവുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കേരള കൾച്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോവാതിരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അയാളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അയാളെ സ്നേഹിക്കുക, കെയർ ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആ വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. മാത്രമല്ല ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ധാരാളം റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ട്രസ്റ്റ്, ഓണസ്റ്റ്, ഇതെല്ലാം ഇതിൻ്റെ പാർട്ടുകളാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് നല്ല കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു C എന്ന് പറയുന്നത് കോംപ്രമൈസ് ആണ്. ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം 2 വ്യക്തികളാണ്, 2 സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്, 2 പേർക്കും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളാണ്, ബിലീഫ്സാണ്. ഇനി പലതും കോമൺ ആണെങ്കിൽ കൂടി വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യുകയും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. പരസ്പരം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്ത വ്യക്തിക്ക് ക്ഷമ ചോദിക്കാനും ആരാണോ ക്ഷമ ചോദിക്കുന്നത് അവരോട് ഫോർഗീവ് ചെയ്യാനുമുള്ള ഒരു മനസ്സൊക്കെ നമുക്ക് വേണം. ഇതെല്ലാം കോംപ്രമൈസിൻ്റെ മറ്റ് സൈഡിൽ വരുന്ന പാർട്ടുകളാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക പല കാര്യങ്ങളിലും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ 3 C's ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്, രണ്ടാമത്തത് നമ്മൾ ചർച്ച ചെയ്തത് കമ്മിറ്റ്മെൻ്റ് ആണ്, മൂന്നാമതായിട്ട് ഇപ്പോൾ പറഞ്ഞത് കോംപ്രമൈസ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഡേറ്റിംഗ് ആണെങ്കിലും ബെറ്റർ, നല്ല ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഇനി സീരിയസ് ആയിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ സ്മൂത്തായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ 3 C's മറക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും ഈ 3 C's എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.